ഇത് കൊറേ നേരമായോ കുലുക്കിക്കൊണ്ടിരിക്കുന്നത്? ഒന്ന് ഇടടോ. കൊറേ നേരം ആവട്ടെ. എടുക്ക. ആരാ എടുക്കുന്നേ? ഞാൻ എടുക്കാം. കുഞ്ഞാൻ എടുക്ക. അപ്പൂപ്പൻ എടുക്ക്. ഞാൻ എടുക്കണ്ടേ? രണ്ടുപേരും എടു. അപ്പൂപ്പൻ നിറഞ്ഞു നോക്ക്. ആരാ പോലീസ്? ഞാനാണ് പോലീസ്. എന്നാ വേഗം കള്ളനെ കണ്ടുപിടിച്ചോ. ഒന്ന് പറയടോ. സമയം തമ്മ എല്ലാവരുടെ മുഖത്തും കള്ള ലക്ഷണം ഉണ്ട്. ഇത്രയും സമയമൊന്നും എടുക്കരുത്, ഒന്ന് എളുപ്പം പറഞ്ഞോടൂ. അമ്മുമ്മേ, ഇതൊരു പ്രശ്നം പിടിച്ച കേസാണ്. കണ്ടുപിടിക്കട്ടെ, സമയം താ. അതെ, ഇത്ര സമയം തരാൻ പറ്റത്തില്ല. പോലീസിന്റെ പണി എത്രയും പെട്ടെന്ന് കള്ളനെ കണ്ടുപിടിക്കാന്നുള്ള. കണ്ടുപിടിച്ചു. എന്നെ തന്നെ എന്തിനു നോക്കുന്നത്? ഞാനാണ് കള്ളൻ? അല്ല. അപ്പൂപ്പനാണേ കള്ളൻ. ഏതെങ്കിലും കള്ളം പറയോ ഞാനാ കള്ളനെന്ന്? അപ്പൊ അമ്മുമ്മയാണേ കള്ളൻ. ഇങ്ങനെ ചോദിച്ചിട്ടാണ് കള്ളനെ കണ്ടുപിടിക്കുന്നത്. ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. ആരാ കള്ളനെന്ന് പറയട്ടെ? പറ, എളുപ്പം പറ. അപ്പൂപ്പനാണ് കള്ളൻ. ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാനില്ല. അത് ഒത്തിരി സമയമെടുത്തു കള്ളനെ കണ്ടുപിടിക്കാൻ. ഒരുപാട് സമയമെടുത്തു. ഇത്ര സമയം എടുക്കാൻ പറ്റത്തില്ല. ഞാനില്ല. സമയം എടുത്താലും ഞാൻ കണ്ടുപിടിച്ചില്ല ആരാ കള്ളനെന്ന്. എന്ത് പറഞ്ഞാലും ഞാനില്ല. ഇത് പതുവാ മോളെ, തോക്കുമ്പോ ഇങ്ങനെ കള്ളം പറഞ്ഞ് എഴുന്നേറ്റ് പോവുക. പിന്നെ നമുക്ക് എന്നാ ഒരു കളിയും കൂടെ കളിക്കാം. പക്ഷെ ഒരു കാര്യം, കള്ളനെ കണ്ടുപിടിക്കാൻ സമയം എടുക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് കണ്ടുപിടിക്കും. ഓക്കെ. ആഹാ, കൊള്ളാല്ല. ഞങ്ങൾ അവിടെ പച്ചക്കറി അരിയ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കള്ളനും പോലീസും കളിക്കണ? അതെ, എപ്പോഴും ഞങ്ങളല്ലേ ചെയ്യുന്നേ. ഇപ്പൊ നിങ്ങൾ അങ്ങ് ചെയ്താ മതി. അയ്യോ, അതൊന്നും പറ്റൂല. അമ്മ വരണം. അമ്മ അങ്ങനെ ഇപ്പൊ വരുന്നില്ല, ഞങ്ങളിവിടെ കളിച്ചോണ്ടിരിക്കുക. അതെ, അത് പറ്റൂല അമ്മ. എന്ത് കഷ്ടമാണിത്. ഞങ്ങൾ മാത്രം അവിടെ ഒറ്റയ്ക്ക് ചെയ്യാനാ? ഒരു ദിവസം ചെയ്തപ്പോഴത്തേനും നിങ്ങൾക്ക് അങ്ങ് വയ്യാതായോ? എന്നാ ഞാനും കളിക്കണം. നിങ്ങളിവിടെ കളിക്കാൻ കൂടി അവിടുത്തെ പണികളൊക്കെ ആര് ചെയ്യും? നമുക്ക് ഓർഡർ ചെയ്യാം. ഞാനും കളിക്കണം. കനകം, നീയായിട്ട് എന്തിനാ മാറിയിരിക്കുന്നത്? ആയിരുന്നു. എല്ലാ ആൾക്കാർക്കും ഇല്ലല്ലോ, 4 ഉള്ളു. അതുകൊണ്ട് 2-3 പേര് കൂടി കള്ളനായിക്കോളൂ, കുഴപ്പമില്ല. ഗ്രൂപ്പ് കള്ളന്മാരും ഉണ്ട് കൂടെ. അപ്പൊ 2 പേപ്പറും കൂടെ എഴുതണ്ടേ? നമ്മൾ എന്തോന്ന് എടുക്കും? നിങ്ങൾ രണ്ടുപേരും ഒടി വന്നാൽ നിങ്ങൾ രണ്ടുപേരും കള്ളൻ 2, കള്ളൻ 3. അതെ, അങ്ങനെ കളിക്കാം. ഞാൻ എഴുതട്ടാ? ഓക്കെ. ഏതാട്ടെ, സമയമില്ല, പെട്ടെന്ന് കളിച്ചു തീർക്കാം. എല്ലാരും ഇവിടെ ഇരിക്കുകയാണ്. നീ എവിടെ ആയിരുന്നു ഞങ്ങൾ രാവിലെ തണ്ടാൻ പോയത്? അണ്ണാ, ഞാൻ ജനിച്ചം വരെ ഒന്ന് പോയത്. എന്തിന്? നടക്കാൻ പോയത്. അണ്ണാ, കയ്യില് എന്താ? ഇത് കടയിൽ നിന്ന് കുറച്ച് ചിക്കൻ മേടിച്ചത്. ബെസ്റ്റ്. ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യാന്ന് പ്ലാൻ ചെയ്തപ്പോ ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നിരിക്കണം. ഫുഡായിരുന്നു, ഇത് കറി വൈ. ഒന്നും പറ്റൂല വെക്കാൻ. ഇവിടെ കളിക്കണം നമുക്ക്. ഇനി ഞാൻ ഇതിന് മാറ്റോണ്ട് വന്നത് കറി കഴിച്ചാലുണ്ട്. അത് ഇന്ന് തൽക്കാലം ഫ്രിഡ്ജ് വെക്ക്, നാളെ എടുക്കാം. അണ്ണ ഫ്രിഡ്ജ് വെച്ചാൽ അണ്ണൻ കൂട്ടായൊന്നുമില്ല. പറ്റൂല, ഇന്ന് എന്നെ കറി വയ്ക്കാം. അല്ലെങ്കിൽ ഞാൻ കൂട്ടത്തില്ല. ഞാനും ശാരദയും കൂടെ വൈകിട്ട് അമ്പലത്തിൽ പോവാ. ഞങ്ങൾ കൂട്ടത്തില്ല. അതെ, ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോവാ. പോയിട്ട് വന്നിട്ട് വേണമെന്നൊരു അന്നേരം കഴിക്കും. അതേ പറയാൻ പറ്റും. അത് മതി, വന്നിട്ട് കഴിച്ചാലും മതി. ആഹാ, എന്താണ് എല്ലാരും കൂടെ വട്ടം കൂടിയിരുന്നേ? അങ്ങനെ പ്ലാനിങ് ആണെന്ന് തോന്നുന്നു. എന്ത് പ്ലാൻ ആയാലും അങ്ങനെ തന്നെ മാറ്റി വെക്കുക. വേണ്ട, നല്ല കിണ്ണം കാച്ചി ചിക്കൻ എന്തരാന്ന് വെച്ചാ നീയും വാങ്ങിച്ചോ ചിക്കൻ? ഞാനും വാങ്ങിച്ചോന്ന് വെച്ചാൽ വേറെ ആരും വാങ്ങിക്കുക ഇവിടെ? ചിക്കൻ അല്ല അപ്പൂപ്പൻ ഇതേ എങ്ങനെ എവിടുന്ന് മേടിച്ചത്? ആദായത്തിന് കിട്ടിയപ്പോ ഞാൻ വാങ്ങിച്ചേ. ചിക്കൻ എവിടെയാണ് ആദായത്തിൽ കൊടുക്കുന്നത്? അണ്ണാ, ജംഗ്ഷനിലൊരു കോഴിക്കട കാലിയാക്കാൻ പോണം. അങ്ങനെ അവിടെ ഇരിക്കുന്ന കോഴികളൊക്കെ ആദായത്തിന് കൊടുക്കണേ. ഇതെന്തോ തുണിക്കടയാ കാലിയാക്കാൻ? അത് എനിക്കറിഞ്ഞൂടാ. അവര് കൊടുക്കണേ, ഞാൻ വാങ്ങിച്ചോണ്ട് പോന്നു. അവര് കൊടുത്ത് അപ്പൂപ്പൻ മേടിച്ചോണ്ട് വന്നല്ലോ. ഇപ്പം എന്നാ പിന്നെ ഇത് ആരെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? എന്തായാലും ചിക്കനൊക്കെ മേടിച്ചല്ലേ, നമുക്ക് വേണമെങ്കിൽ ബിരിയാണി വെക്കാം, അല്ലെങ്കിൽ കറി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാം. എന്തിനു വേണമെങ്കിലും ചെയ്യാം. അമ്മൂമ്മോ, ചാടി അടിച്ച് ഫുഡ് ഉണ്ടാക്കുക ചെല്ലേ. എടാ മക്കളെ, ഞങ്ങളിവിടെ കളിച്ചോണ്ടിരിക്കുവല്ലയോ. അത് തന്നെ, വല്ലപ്പോഴും ഒക്കെയാ അമ്മുമ്മ എല്ലാരെയും ഒക്കെ കിട്ടുന്നത്. ചേട്ടനൊന്ന് പോ. ചിക്കൻ ഫ്രൈ വേണോ? വേണം. ബിരിയാണി വേണോ? വേണം. കറി വേണോ? കുത്തിയിരുന്നാ പോരാ, ഉണ്ടാക്കണം. അപ്പൂപ്പ പറഞ്ഞോടാ. അപ്പൂപ്പ എനിക്ക് പോയി കറി കഴിക്കും.
ഒരിടത്തൊന്നും ഇരിക്കാൻ സമ്മതിക്കത്തില്ല. എന്തൊരു കഷ്ടാന്ന് പറ. അയ്യോ, ആ ചേച്ചി ഒന്ന് നോക്കിക്കൊണ്ടില്ല. ഇങ്ങോട്ട് എണീറ്റ് വന്നാട്ടെ. ഞാനൊരു കൊണ്ട് ഇവിടെ കളിക്കാം. ഇല്ല വന്നേ പറ്റൂ. ഇങ്ങോട്ട് എണീറ്റ് വാ വന്നാട്ടെ. ചെല്ലമ്മൂമ്മ വാ ഞാൻ വരുന്നില്ല, നിങ്ങൾ പോകും. വന്നാട്ടെ. കനകം എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ട് എണീറ്റ് വാ. പൊളിക്കണം ഇനി. ചിക്കൻ ഫ്രൈ, ബിരിയാണി എല്ലാരും ഓരോരുത്തരും ഓരോ ഏരിയ. ഞാൻ സവോള പൊളിച്ചു തരാം കേട്ടോ. ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്കും ചിക്കൻ ആദായത്തിൽ കിട്ടിയതാ? അന്തസ്സായിട്ട് കാശ് കൊടുത്ത് മേടിച്ചത് ചിക്കൻ. കാശാ? നിനക്ക് എവിടെ നിന്ന് കാശ്? കാശൊക്കെ നമ്മുടെ ഉണ്ട് കേട്ടാ. അതെ അമ്മായി അപ്പം നിന്നാ മതി, കുഴി എണ്ണണ്ടേ എന്റെ കേട്ടാ. വലിയ ഷെർലക് ടോംസ് കളിക്കാൻ വന്നേ. പോടു. എന്തോന്ന് ഷെർലോ? ഷെർലക് ടോംസോ ഹോംസ് എന്തായാലും പോടു. പോ ചെല്ല്. പോ പ്ലീസ് പ്ലീസ്. നടാ അപ്പൂപ്പ അങ്ങോട്ട് നടാ. എവിടെ കൊണ്ടുപോകണേ? ഞാൻ എവിടെ കൊണ്ടുപോകണമെന്നല്ലേ? ഇവിടെ നില്ല. ആര് ചോദിക്കും? എന്തിന് ഇങ്ങോട്ട് നില്ല അപ്പൂപ്പ. എന്തിന് പറ. എന്തായിരുന്നല്ലേ? ആ ചിക്കൻ എവിടെ നിന്ന് മേടിച്ചേ? നമ്മുടെ ജംഗ്ഷനിലെ കോഴിക്കടയിൽ. ആ ജംഗ്ഷനിലെ കോഴിക്കട. ശരി ശരി. ജംഗ്ഷനിൽ ഏത് കോഴിക്കട? ഏത് കോഴിക്കടന്ന്? അവിടെ 2 കോഴിക്കടയില്ലേ? ഉണ്ട്, 2 ഉണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. ആ അതിലൊരു കോഴിക്കട. ഓ ജംഗ്ഷനിലെ 2 കോഴിക്കടയിൽ ഒരു കോഴിക്കടയിൽ നിന്ന്. എന്ത് പറ. എന്തെന്നാ അപ്പൂപ്പ അറിഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ വാഴക്കാലയില് രാവിലെ വലിയൊരു ആക്സിഡന്റ് നടന്നു. പിന്നെ ഞാൻ അറിഞ്ഞില്ലത്. അറിഞ്ഞില്ലേ? വലിയൊരു ലോറിയായിരുന്നു സംഭവേ. ചേർത്തലേന്ന് കോഴിലോടുമായിട്ട് ഇവിടെ കാക്കനാട് വന്ന വണ്ടി അതവിടെ നമ്മളെ വാഴക്കാല ജംഗ്ഷനിലെത്തിയപ്പോ സ്കിഡായി അങ്ങ് മറിഞ്ഞ്. അങ്ങനെ മറിഞ്ഞപ്പോ ഫുള്ള് ലോഡും കോഴിയല്ലേ. പിന്നെ ആ സാധനം മൊത്തം തറയില്. കോഴി മൊത്തം തറയില്. വാഴക്കാല ജംഗ്ഷൻ മൊത്തം കോഴി. ഞാൻ അറിഞ്ഞില്ലടേ. അറിഞ്ഞതേ ഇല്ല. കൊള്ള പൂപ്പ. സത്യം പറ, അതിനകത്തുനിന്നല്ലേ ഞങ്ങള് കോഴി പറക്കൊണ്ട് വന്നേ? നിന്റെ അടുത്ത് ആര് പറഞ്ഞു? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചത്. കാശ് കൊടുത്ത് അപ്പൂപ്പായി കോഴി മേടിക്കായി. 10 രൂപ കിട്ടി കഴിഞ്ഞാൽ ഉടനെ കൊണ്ട് വെള്ളം അടിക്കണം അപ്പൂപ്പനാണ്. കാശ് കൊടുത്ത് കോഴിയെ മേടിച്ചോണ്ട് വരാൻ പോണത്. എൻ്റെ ഒരു പൈസ ഉണ്ടായിരുന്നു, ഞാൻ കാശ് കൊടുത്ത് കോഴി വാങ്ങിച്ചോണ്ട് വന്നു. എന്ത് ഞാൻ വിശ്വസിക്കണോ? അത് ചുമ്മാ ബലം പിടി. കാര്യം പറ. കാര്യം പറയാനാ അപ്പൂപ്പ ഉള്ള കാര്യം പറ. ഞാനോട് പറയൂലേ? ആരും വരുന്നില്ല പറ. നോക്ക്, ഞാൻ കടയിൽ അവിടെ ചെന്നപ്പം കോടികൾ കിടക്കണോ മോച്ചപ്പം ചെല്ലാണോ പറക്കണത്. ആ കൂട്ടത്തിൽ ഞാനും ഒരു 2 കോഴി ഞെട്ടിച്ച് ആ കോഴി അപ്പുറത്തെ കടയെ കൊണ്ടുവരുത്തി വെട്ടി അത് തന്നിട്ടാക്കിട്ടു. വെട്ടിന് പൈസ കൊടുത്താൽ തുച്ഛമായിട്ടുള്ള പൈസ അല്ലേ. വെട്ടുന്നതിന് പൈസ എടുക്കും. അത് കൊടുക്കണം. പിന്നെ 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 നൈസായി പോകുന്നു. അപ്പൊ നീ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു തന്നെ. തന്നെ അപ്പൂപ്പ അങ്ങനല്ലേ? അപ്പൊ ഇത് ഞാൻ ഇതിപ്പോ ആരത്തേലും പറഞ്ഞ അപ്പൂപ്പന് സങ്കടമാകും അപ്പൂപ്പ? നീ എന്തിനാ ഈ കാര്യം പറഞ്ഞതിന്? നിന്റെ അടുത്ത് സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞത്. അവരാരും അറിയണ്ട. അറിയണ്ടേ? അറിയണം. എന്തിന്? അമ്മായേ, ഗൗരി അമ്മായേ, ഓടി വായോ. നീ എന്തൊരു കാണിക്കുന്നത്? ഞാൻ പറയാൻ പോണ്. എന്തൊരു പറയാൻ പോണു? ഞാൻ പറയാം അപ്പൂപ്പ അവിടുന്ന് പറക്കിക്കൊണ്ട് വന്നത്. ഞാൻ പറയും. അമ്മായേ, നീ കോഴി എവിടുന്ന് വാങ്ങിച്ച്? ഞാൻ കോഴിയെ കടയിൽ നിന്ന് മേടിച്ചു. ജംഗ്ഷനിൽ എത്ര കടയുണ്ട്? 2 കട. 2 കടയുണ്ടോ? 2 കടയുണ്ട്. ഏത് കടയിൽ നിന്ന് വാങ്ങിച്ച്? ഒരു കടയിൽ നിന്ന് മേടിച്ച്. തന്നല്ലേ ഉള്ള സത്യം എൻ്റെ അടുത്ത് പറ. നീയും റോഡിൽ നിന്ന് ഉറക്കി കൊണ്ടുവന്ന കോഴിയല്ല. ഞാൻ അങ്ങനെ ഒന്നും അങ്ങനെ പറക്കിയതല്ല. ആര് പറഞ്ഞു പറക്കിയല്ലെന്ന്? കോംപ്രമൈസ്. അപ്പൂപ്പനും കാശ് മുടക്കി മേടിച്ചാണ്, ഞാനും കാശ് മുടക്കി മേടിച്ചാണ്. കഴിഞ്ഞ അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ സമ്മതിച്ചല്ലേ? എന്താ വിളിച്ചേ? ആരാ? എന്തിനു വിളിച്ചേന്ന്? ആര് വിളിച്ചേ? അണ്ണ എന്തിനു വിളിച്ചേ? അപ്പൂപ്പ ഞാൻ വിളിച്ചത് കോഴി വല്ല റെഡി ആയ കറി റെഡി ആയാ? ഇപ്പൊ അങ്ങോട്ട് വച്ചല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലടാ നിന്റെ അടുത്ത്. കോഴി ഇപ്പൊ അടുപ്പിൽ വെച്ചതേ ഉള്ളൂ. അണ്ടയ്ക്ക് അപ്പൊ എന്നെ ഓടി നേരെ ഇരിക്കാൻ വയ്ക്കില്ല. കറി പിടിച്ച് ചോരപ്പൂപ്പ വല്ലതും ആയ അങ്ങനെ എന്നെ വിളിച്ചതാണ്. അല്ല, വെള്ളം അടിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? അയ്യോ, ഇതാണ് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം അടിക്കുക ഒരൊറ്റ ചിന്തയുള്ളൂ. ഞാനെ പറ്റി വല്ലതും പറഞ്ഞാടാ? ഇല്ല, അപ്പൂപ്പ ശുദ്ധനല്ലേ. വെള്ളം അടിക്കുക 5 പൈസ പോലും എൻ്റെ ഇല്ല. അപ്പൊ അപ്പൂപ്പൻ ചിക്കൻ വാങ്ങിച്ചതോ? ആ അത് കറക്റ്റ് ആണല്ലോ. ഈ 10 രൂപ കിട്ടിയ അതിന് പോയി വെള്ളം അടിക്കുന്ന ആളാണ്. സത്യം പറ, പൈസ ഉണ്ടോ?
ചിക്കൻ വാങ്ങാൻ എവിടെ നിന്ന് പൈസ കിട്ടിയ? ചിക്കൻ ഞാൻ കൊണ്ടുവന്ന പൈസ ഇല്ല, അത് തീർന്ന്. വെള്ളം അടിക്കാൻ പൈസ ഇല്ല. എന്തൊക്കെ ചോദ്യങ്ങളാണെന്നൊന്നെങ്കിലും പാവം പിടിച്ച അപ്പൂപ്പ ഇത്രയും സ്നേഹത്തോടെ ഒരു ചിക്കൻ മേടിച്ചോണ്ട് വന്നപ്പോ അമ്മായി അങ്ങനെയൊക്കെ പറയാവോ? ഇതാണ് ഇത് കയ്യിൽ പൈസ ഉണ്ടെങ്കിലും മാറ്റിക്കൊണ്ട് കൊടുക്കാൻ പാടില്ല. എന്തൊരു കഷ്ടം, ഇത്രയും സ്നേഹത്തോടെ എന്നാ മക്കളെ കുറച്ച് ചിക്കൻ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് മേടിച്ചോണ്ട് വന്ന അപ്പൂപ്പന്റെ അടുത്ത് അയ്യോ അമ്മായി മോശം. എടാ ഞാൻ ചുമ്മാ പറഞ്ഞേടാ, ഞാൻ അതിൽ പിടിച്ച് തൂങ്ങാതെ. അത് മര്യാദ. ഈ ഫുഡ് എപ്പോൾ റെഡിയാവും? കുറച്ചു നേരത്തെ പറഞ്ഞേലേ ഉള്ളൂ, വച്ചേക്കണേ ഉള്ളൂ. ഒന്ന് റെഡി ആവുമ്പോ പറയാം. റെഡി ആവുമ്പോ പറയണം കേട്ടാ. അപ്പൂപ്പ നമുക്ക് ചുമ്മാ ജംഗ്ഷൻ വരെ പോയിട്ട് ജംഗ്ഷനിൽ പോണോ? അതൊക്കെ ആൾക്കാർ പോയി കാണും. ഇപ്പൊ നടാ പോയിട്ട് വരാവേ അമ്മായി. വാ അപ്പൂപ്പോ സൂപ്പർ സാധനം. നിങ്ങളാരും കഴിക്കുന്നില്ലേ? அப்புறம் சாப்பிடுறோம். அப்புறம் கலாண்டியே அப்பூப்போட உள்ள இருக்காங்க, ட்ரெஸ் பண்ணிட்டு இருக்காங்க. ഓക്കെ. അമ്മൂമ്മ കഴിക്കില്ലേ? പിന്നെ ഞാൻ ഒരുപാട് ചിക്കൻ കഴിക്കുമല്ലോ. ഡാ ഞാൻ ചിക്കൻ കഴിക്കുവോ? ഇല്ലല്ലേ? ഇല്ല. എന്താ പിന്നെ അപ്പം കൂടെ ഞാൻ ഇങ്ങെടുത്തു. എന്താ അമ്മൂമ്മ അങ്ങോട്ട് ഇട്. എടാ നിനക്കെന്താ കണ്ടു നിറയണോ? പിന്നെ നമ്മൾ പ്ലേറ്റ് ഇങ്ങനെ നിറഞ്ഞിരുന്നാലല്ലേ കഴിക്കാനൊരു ഉണ്ടാവും. ചോദിച്ച് കഴിക്കണം. പല്ലാത്തിനും ഉള്ളതും കൂടെ ഒരു പ്ലേറ്റ് ഞങ്ങൾ മേടിച്ചു വന്ന ചിക്കൻ ആയിട്ട് പറയല, സൂപ്പർ ചിക്കൻ. ഇത് വെച്ചതിന്റെ ഗുണമല്ല. ഇറങ്ങുവാണോ? കഴിച്ചിട്ട് പോവാ. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് മൃദുവാ കഴിക്കാൻ പറ്റത്തില്ല, അമ്പലത്തിൽ പോകണമെന്ന്. ഉച്ചയ്ക്കാ? പിന്നല്ലാതെ അങ്ങ് ദൂരെ വരെ പോകണ്ടേ. ഏറ്റുമാനൂര് പോകണം, പിന്നെ നീണ്ടൂര് തൃക്കേലമ്പലത്തിൽ പോകണം. ഇപ്പോഴേ പോയാലേ അവിടെ കയറി പറ്റാൻ പറ്റത്തുള്ളൂ, അല്ലെ നീണ്ട ക്യൂ ആയിരിക്കും. ഞങ്ങൾ എളുപ്പം തൊഴുതിച്ചെങ്കിൽ വരാം. എങ്കിലണ്ണ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച ചിക്കൻ നിങ്ങൾ കഴിക്കാതെ പോണല്ലേ? എടാ ശങ്കര, നിന്നോടല്ലേ പറഞ്ഞത്, നീ പോയിട്ട് വന്നിട്ട് വേണമെങ്കിൽ കഴിക്കാം. അല്ല എന്താ? അതെ. നിങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ചിക്കൻ കാണൂല. അതെന്താ? മൊത്തം അവള് കഴിച്ചു തീർക്കൂല അപ്പൂപ്പ. ഞാനല്ല, ചേട്ടൻ. എന്തായാലും സാധനം തീരുമില്ല അത്ര തന്നെ. അത് തീർന്നാലും കുഴപ്പമില്ല. ശങ്കര, നീ നാളെ പോയി കുറെ ചിക്കൻ കൂടെ കൊണ്ടുവരും. നാളെയും ലോറി പറയണ്ടേ? ലോറി ഡ്രൈവർ ലോറി അപ്പൂപ്പ ലോറിയിലാണല്ലോ ഈ ചിക്കൻ സാധനം കൊണ്ടുവരുന്നത്. അപ്പൊ നാളെ ലോറി ഇല്ല, ലോറി സ്ട്രൈക്ക്, സമരം. ஏய் அப்ப இன்னைக்கு வந்த லோரியில இருக்கிற சிக்கன் അതല്ലേ വാരിക്കൊണ്ട് പോയത്? അത് വാരിക്കൊണ്ട് പോയി എന്ന് ഉദ്ദേശിച്ചത് വിറ്റില്ലേ? ആൾക്കാർ മേടിച്ചോണ്ട് പോയിട്ടാണല്ലോ ഈ വിൽക്കുന്നത്. അങ്ങനെ ആൾക്കാർ മേടിച്ചോണ്ട് പോകുമ്പോഴാണല്ലോ ഇതേപോലെ നമ്മൾ കഴിക്കുന്നത്. അപ്പൂപ്പ എങ്ങനെ? എന്തായാലും വേണ്ടിയില്ല, നമുക്ക് പോവാം. അയ്യോ, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ തന്നെ പോണോ? കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിയാ പോരായോ? അതെ, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നവര് ഇറങ്ങി പോരുതെന്നാ, കഴിച്ചു കഴിഞ്ഞിട്ടേ പോകാവുള്ളൂ. അമ്മൂമ്മ അപ്പൂപ്പിനെ അങ്ങ് വിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അന്ന് അച്ഛൻ്റെ നിന്ന് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ, അതിന്റെ ബാക്കി ഇവിടുന്ന് കിട്ടാം. പോയിട്ട് വന്നോട്ടെ. ശരി, ഭവാനിയുടെ ഓരോ ശാസ്ത്രം. பார்த்து போங்க. ഇറങ്ങി വാട്ടാ. ഗൗരമ്മായി, അമ്മായിയെ, അമ്മായി ഒന്ന് ഓടി വരുന്നുണ്ടോ? എന്താടാ? ചിക്കൻ റെഡിയായ ബാക്കിയുള്ളത് വറുത്താന്ന്. വറുത്തോണ്ടിരിക്കണ് എന്ത്? പെട്ടെന്ന് വറക്ക കൊണ്ടുവരാ, ഇതിപ്പോ തീരും. ഇത്ര ഇരിക്കല്ലേടാ? ഇപ്പൊ തീരുമെന്ന്, ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം. ആദ്യം അത് കഴിച്ച് തീരടാ, എന്നിട്ട് കൊണ്ടുവരാടാ. വറുത്തോണ്ടിരിക്കണേ ഉള്ളൂ. ആക്കും നിങ്ങളൊന്നും കഴിക്കണ്ട. അത് നീ കഴി, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമ്മള് കഴിക്കാം. പിന്നെ തിന്നുപോലെ തന്നെ. கேசு கறி வேணுமா? നേരത്തെ പോയാൽ ഒരു 3-4 കൂടെ പറക്കൊണ്ട് വരാം. ജസ്റ്റ് മിസ്. കഴിക്കാണോ? ഇന്നല്ല, വേണം കഴിച്ച് കഴി സാറേ, ഇതൊക്കെ വലുതാകുമ്പോൾ ഓർമ്മ വേണം കേട്ടാ. ചേട്ടൻ മക്കൾക്ക് ചിക്കൻ വേണമെന്ന് ആഗ്രഹം പറഞ്ഞില്ലെങ്കിലും വാലിക്കുള്ളിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തട്ടിത്തരുമെന്ന്. ചേട്ടാ, ഇന്ന് നാളെ ഇല്ലേ മട്ടൻ വാങ്ങിച്ചോണ്ടേ? അപ്പൂപ്പൻ പറഞ്ഞ മട്ടൻ്റെ വണ്ടി മറിയൻ്റെ മക്കളെ. അങ്ങനെയൊക്കെ തന്നെ. ഇപ്പൊ നിനക്ക് കൊച്ചു ബുദ്ധിയിൽ നീ എത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതെ, സ്വസ്ഥമായിട്ടും ചിക്കൻ കൊടുക്കണം. സാറേ, നിനക്ക് കോൾ അടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. അടുത്ത മട്ടൻ വണ്ടി കാണാണ്ട. കേശു, ഞാൻ നിന്നെ കുറെ നേരമായി വിളിക്കുന്നു. എന്നിട്ട് കിട്ടിയില്ലേ? ഇല്ലടാ, കണക്റ്റ് ആയില്ല.
കണക്ട് ആയിട്ട് എന്തൊരു റേഞ്ചിന് ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നല്ലോ. എന്താ കാര്യം പറ. കേശു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കെന്ത് കുഴപ്പം? സുഖ ജീവിതം, ചിക്കനൊക്കെ കച്ചു വെച്ചു. അതല്ലടാ, ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? നമ്മൾ രാവിലെ പെറുക്കിയ ആ ചിക്കൻ ഇല്ലേ, അതവിടെ അടുത്ത പറഞ്ഞ അതല്ല, അതൊക്കെ പക്ഷിപ്പനി വന്ന കോഴികളാ. കൂട്ടത്തോടെ കുഴിച്ചിടാൻ കൊണ്ടുപോയതായിരുന്നു. ഹലോ കേശു, ഹലോ. തിന്നാണോ കൊച്ചേ? എന്തായിരുന്നു? എടാ, അതൊക്കെ പക്ഷിപ്പനി വന്ന കോഴികളായിരുന്നു. അതിനെ കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടുപോയതാ. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോവാ. ഇവിടെ വീട്ടിൽ എല്ലാവർക്കും വയറിളക്കം. ഞാൻ വിളിക്കാവേ. എന്തോട്ടാ? അപ്പൂപ്പ 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 ചങ്കരപ്പൂപ്പ അപ്പൂപ്പ. എന്താടാ? അപ്പൂപ്പം ചിക്കനൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത് തിന്നാണല്ലേ കൊച്ചി കള്ള. എന്ത് ചിക്കടുക്കല് എന്ത് എടുത്ത കുഴപ്പം? കഴിക്കണ്ട. ആ പിന്നെ നീ വാങ്ങിച്ചോണ്ടോ ഗമയാ പോടാ. എന്ത് കഴിക്കല്ലേ? നിങ്ങൾ എല്ലാരും കഴിച്ചാ? ஆமா நல்லா சாப்பிட்டோமே. ചിക്കൻ സാപ്പിട്ടോ? ஆமா நீங்க 2 பேரும் கொண்டு வந்ததுனால வறுத்து வறுத்து நிறைய சாப்பிட்டோம். അപ്പൂപ്പ എവിടെ? ഏതപ്പൂപ്പൻ? ഇവിടെ എത്ര അപ്പൂപ്പ ഉണ്ടീ? 2. അതിൽ ഒരപ്പൂപ്പ നട്ടുച്ചയ്ക്ക് അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞ് ഇറങ്ങി പോയത് കണ്ടല്ലേ നീ? ആ, അപ്പൊ ബാക്കിയുള്ളത് ഏതാ? ഒരപ്പൂപ്പൻ. അപ്പൊ ചങ്കരപ്പൂപ്പ. അപ്പൂപ്പ എവിടെ? അണ്ണന് വയ്യടാ. വയ്യേ? എന്തു പറ്റിയത്? വയറിളക്കൊന്നോ? എന്നിട്ടിപ്പോ എവിടെ? വയറിളക്കം വന്നാ എവിടെ കാണും? അവിടെ കാണും. എല്ലാരും കഴിച്ചല്ലേ? കഴിച്ചു. വയറ് നിറച്ച് കഴിച്ചല്ലേ? വലിയ ആംബുലൻസ് തന്നെ വിളിക്കണം. അപ്പൂപ്പ അപ്പൂപ്പ. ഒന്നാമതേ വീട്ടിൽ 2 ബാത്റൂമേ ഉള്ളു. അപ്പൂപ്പ ചങ്കരപ്പൂപ്പ അപ്പൂപ്പ. ഓ എന്തായി? എങ്ങനുണ്ട്? എങ്ങനുണ്ട് അപ്പൂപ്പ? എങ്ങനുണ്ട്? അയ്യോ വയ്യടേ. കടുത്താ? ഓ സുമ കടുത്തു വേടാ. അപ്പൂപ്പ പിന്നെ നമ്മളെ റോട്ടിൽ നിന്ന് പറക്കിക്കൊണ്ട് വന്ന കോഴിയുണ്ടല്ലോ, ആ കോഴി. അണ്ണ അണ്ണ എന്തെങ്കിലും വയറ്റിന് പിടിക്കാത്ത കഴിച്ചാ? ഞാനൊന്നും കഴിച്ചില്ല. ഇവിടുന്ന് കഴിച്ച ചിക്കനും ചോറും തന്നെ. അത് നമ്മളും കഴിച്ചല്ല, നമുക്കൊന്നും പ്രശ്നമില്ലല്ലോ. അത് തന്നെ, നമ്മളും കഴിച്ചില്ല, നമുക്കൊന്നും പ്രശ്നമില്ലല്ലോ. ഇത് മിക്കവാറും അമ്മായി എനിക്ക് തോന്നണേ അപ്പൂപ്പൻ ഇന്നലെ വല്ല എവിടെങ്കിലും പോയി എന്തെങ്കിലും കഴിച്ചു കാണും. അപ്പൊ അങ്ങനെ വന്നിട്ട് അങ്ങനെ വയറ് തന്നെ ആയതായിരിക്കും. ഇല്ല ഇല്ലെങ്കിൽ നമുക്ക് വരണ്ടേ? ഇല്ലേ അപ്പൂപ്പ? ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ചോറും ഇറച്ചി മാത്രമേ കഴിച്ചുള്ളൂ. ഇങ്ങോട്ട് മാറി ഇറങ്ങിയോ? എന്തോ സംഭവം? ഇതങ്ങ് കുടിച്ചേ. ഇതെന്തോ അമ്മൂമ്മ? ഇത് നാരങ്ങയ്ക്കകത്ത് കട്ടൻ ചായ പിഴിഞ്ഞൊഴിച്ചത്. അല്ല, ഈ കട്ടൻ ചായക്കകത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചത്. അത് വയറിളക്കത്തിന് നല്ലതാ. തന്നെ? ഇങ്ങട് എടാ ഇത് ഞാൻ അവന് കൊണ്ടുവന്നതാ. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഒരു നല്ലതാ ഒരു പ്രിക്കോഷനേ. പ്രിക്കോഷനാ? അപ്പൂപ്പ പോവാ. എവിടെ? ഹോസ്പിറ്റലിൽ പോവാ. ഒന്നും പോവുകയൊന്നും വേണ്ട. ഒരു 10 മിനിറ്റ് കിടന്നാൽ മതി. ഇപ്പൊ ഇത് 10 മിനിറ്റ് കിടന്നാ സെറ്റ് ആവൂല. ഇത് 10 മിനിറ്റ്. വയറിളക്കം അണ്ണനല്ലേ? മാറ്. അണ്ണന് വയറിളക്കം. ഇവിടെ ബാക്കിയുള്ളവന് ഇതെന്തരുത്? ഇവിടെ മാത്രം ഒന്നും മറന്നില്ലല്ലേ? ഇവിടെ അപ്പൂപ്പനാണെങ്കിൽ വയറ്റിളക്കാം. മറ്റവൻ്റെ വീട്ടുകാർക്ക് മൊത്തം വയറുവേദന വന്നിട്ട് അവരെല്ലാം ഹോസ്പിറ്റലിലും പോയി. ഇനിയിപ്പം ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും അല്ലേ? അപ്പൂപ്പനും അമ്മമ്മയുടെ നൈസിൽ നട്ടുവെച്ചൊക്കെ ഇവിടുന്ന് മുങ്ങി. എന്തോ ദൈവഭാഗ്യമാണോ ഇനിയിപ്പോൾ പ്ലാൻ ചെയ്ത് പോയതാ? ശരി.
എന്താടാ ഒരു ചിരി? ഒന്നുമില്ല. എങ്ങനെയുണ്ട്? എന്തോന്നു? അല്ല അമ്മായിക്ക് ഒന്നും കുഴപ്പമില്ലല്ലോ അല്ലേ? എനിക്കെന്തോന്നു കുഴപ്പം? എല്ലാരും ഇവിടെ? അമ്മ അടുക്കള ഉണ്ട്, വേറെ ആരും എവിടെ നിന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പൂപ്പ ഇറങ്ങിയോ? എന്താ ഇതൊക്കെ ചോദിക്കണ? എന്തിനാ അപ്പൂ? എന്റെ വീട്ടിൽ ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ അറിയാനുള്ള അധികാരം എനിക്കില്ലേ? സത്യം പറയടാ, എന്തോ ഒളിപ്പിക്കണ കാര്യം എന്തോന്ന്? എന്തോ ഒളിപ്പിക്കാതെ ഒന്നുമില്ല. നോക്ക്, നീ പരിങ്ങണ കണ്ട അറിയാല്ല. ചന്ദ്രമ്മായി ചുമ്മാ കിടന്ന പരിഗണ കണ്ടറിയല്ല, പരിഗണ കണ്ടറിയല്ല. അപ്പൂപ്പൻ എങ്ങനെ ഉണ്ടോ നോക്കുള്ളേ. നീ കാര്യം പറഞ്ഞോ? കാര്യം പറഞ്ഞോ? ഞാൻ എന്ത് കാര്യം പറയേ? എന്താണ് കാര്യം എന്ന് പറ. കാര്യമൊന്നും പറയാനില്ലല്ലോ. ഒന്നും പറയില്ലേ? അമ്മായി ജസ്റ്റ് നാടിക്കേ. എന്ത് കുഴപ്പമില്ല? ഇല്ല ഇല്ല. கௌரி എന്തോ? என்ன கொஞ்சம் பாரு. പാത്ത്. அது இல்ல, எனக்கு ரொம்ப குளிருது. காய்ச்சல் இருக்கா பாரு. കാച്ചിലൊന്നും ഇരിപ്പില്ല, അടുക്കളയിൽ പോയി നോക്കൂടൂ. காய்ச்சல்னா ஃபீவர். എടാ നല്ല ചൂടുണ്ടടാ. ചൂട്? ആ கௌரி எனக்கு வயிற்று வலியும் இருக்கு. ചൂട്. കനകാൻറ്റി, ആന്റി ഒന്ന് റൂമിൽ പോയിരിക്കോ? റൂമിൽ ഇരിക്കട്ടാ, ഞാൻ മരുന്ന് മേടിച്ചോണ്ട് വരാം. ചെല്ല്. കനകാൻറ്റി ചെല്ല്, പെട്ടെന്നല്ലേ. ആ ഞാൻ മരുന്ന് എന്ത് മരുന്ന് മേടിച്ചോണ്ടേ പോയി. മരുന്നൊന്നും വാങ്ങണ്ട. പിന്നെ കാര്യം പറ. എന്തോന്ന് കാര്യം പറയേ? സത്യം പറ. എന്തോന്ന് സത്യം പറയാ? സത്യം നീ ഒന്നും എന്തോ നന്നായിട്ട് മറക്കണുണ്ട്. കാര്യം തോന്നു. കാര്യം തോടാ. ഒന്നുമില്ല. ഒന്നുമില്ലേ ചെറുക്കാ? എന്റെ സ്വഭാവം അറിയാല്ല, അടിച്ച് വീക്കി തരും ഞാൻ. പറടാ പറടാ. ഒരബദ്ധം പറ്റി. എന്തോന്ന് അബദ്ധം? സംഭവേ, ഞാൻ രാവിലെ ചിക്കൻ മേടിച്ചോണ്ട് വന്നല്ലോ. വന്നു, എല്ലാരും കഴിച്ചല്ലോ അത്. ആ രാവിലെ നമ്മുടെ വാഴക്കാല ഒരു ആക്സിഡന്റ് ഉണ്ടായേ. ഒരു കോഴിവണ്ടി മറിഞ്ഞതാണ്. അപ്പൊ അതിനകത്തുനിന്നാണ് ഞാനും അപ്പൂപ്പന് ചിക്കൻ കൊണ്ടുവന്നത്. ഓ അത്രേ ഉള്ളൂ. അതിനെന്തിനാ ടെൻഷൻ അടിക്കണേ? അതില് ചെറിയൊരു അബദ്ധം കൂടെ പറ്റി. ആ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കന്റെ വണ്ടി, ഈ കോഴി ഫാമിലൊക്കെ പക്ഷിപ്പനി പിടിക്കണ കോഴി ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഈ കുഴിവെട്ടി മൂടുമല്ലോ. ആ കോഴിയാണ് കൊണ്ടുവന്ന് എല്ലാരും കറി വെച്ചും വറുത്തും തിന്നത്. എടാ നോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആംബുലൻസ് വിളി ഇറക്കാ. എല്ലാത്തിനും വാരി പറയിക്കൊണ്ടൊരു ആശുപത്രി പോവാ. എടാ പറക്കി. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.